നമ്മുടെ സ്വീകരണ മുറികളിൽ വിനോദത്തിന്റെ പുതിയൊരു ലോകം തുറന്നിട്ട ഉപകരണമായിരുന്നു VCR അഥവാ വീഡിയോ കാസറ്റ് റെക്കോർഡർ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സിനിമകളോ ടെലിവിഷൻ പരിപാടികളോ എപ്പോൾ വേണമെങ്കിലും കാണാൻ സാധിക്കുന്ന ഒരു കാലത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. സ്മാർട്ട് ഫോണുകളും സ്മാർട്ട് ടിവികളുമുള്ള ഇന്നത് വളരെ സാധാരണമാണ്. എന്നാൽ 20-ാം നൂറ്റാണ്ടിന്റെ അവസാന പകുതി വരെ അതങ്ങനെ ആയിരുന്നില്ല. അക്കാലത്ത് VCR എന്ന ഉപകരണത്തിന്റെ കടന്നുവരവ് ലോകമെമ്പാടുമുള്ള വിനോദ വ്യവസായത്തെ അക്ഷരാർത്ഥത്തിൽ മാറ്റിമറിച്ചു. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീനമുള്ള കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളിൽ ഒന്നായി ഇത് മാറി. ഒരു സാധാരണക്കാരന് സ്വന്തമായി ഒരു സിനിമാ ലൈബ്രറി ഉണ്ടാക്കാനും തനിക്കിഷ്ടമുള്ള സമയത്ത് പരിപാടികൾ റെക്കോർഡ് ചെയ്ത് വെക്കാനും ഇത് അവസരമൊരുക്കി. എങ്ങനെയാണ് VCR നമ്മുടെ TV കാണുന്ന ശീലങ്ങളെ മാറ്റിമറിച്ചത്? ദശാബ്ദങ്ങളോളം ലോകത്തെ ഭരിച്ച ഈ സാങ്കേതിക വിദ്യ പിന്നീട് എന്തുകൊണ്ടാണ് നമ്മുടെ വീടുകളിൽ നിന്ന് പൂർണ്ണമായും അപ്രത്യക്ഷമായത്? VCRന്റെ ജനനം, ഫോർമാറ്റ് യുദ്ധങ്ങൾ, അതിശയകരമായ വളർച്ച, വീഴ്ച, ഒപ്പം അത് അവശേഷിപ്പിച്ച സാംസ്കാരിക പൈതൃകം എന്നിവയുടെ യാഥാർത്ഥ്യങ്ങളിലൂടെ ഒരു യാത്രയാണിത്. VCR വരുന്നതിന് മുമ്പുള്ള കാലം ഇന്നത്തെ തലമുറയ്ക്ക് ഒരു പക്ഷേ സങ്കല്പിക്കാൻ പോലുമാകില്ല. അന്ന് ടെലിവിഷൻ പരിപാടികൾ തത്സമയം മാത്രമേ കാണാൻ സാധിച്ചിരുന്നുള്ളൂ. ഒരു പ്രോഗ്രാം പ്രക്ഷേപണം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ടിവിയുടെ മുന്നിൽ ഇല്ലെങ്കിൽ അത് പിന്നീട് കാണാനുള്ള യാതൊരു വഴിയുമില്ലായിരുന്നു. ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനികൾ നിശ്ചയിക്കുന്ന സമയക്രമത്തിനനുസരിച്ച് ജനങ്ങൾ അവരുടെ ദിനചര്യകൾ ക്രമീകരിച്ചു. തുടക്കത്തിൽ ടെലിവിഷൻ സ്റ്റുഡിയോകൾ പരിപാടികൾ റെക്കോർഡ് ചെയ്യാൻ വലിയ മാഗ്നറ്റിക് ടേപ്പുകൾ ഉപയോഗിച്ചിരുന്നു. 1956-ൽ അമേരിക്കൻ കമ്പനിയായ ആംബെക്സ് പുറത്തിറക്കിയ BRX-1000 ആയിരുന്നു വാണിജ്യാടിസ്ഥാനത്തിലുള്ള ആദ്യത്തെ വീഡിയോ ടേപ്പ് റെക്കോർഡർ. എന്നാൽ ഇത് സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതായിരുന്നില്ല. ഇതിന് അക്കാലത്ത് ഏകദേശം $50,000 വിലയുണ്ടായിരുന്നു. കൂടാതെ ഇത് പ്രവർത്തിപ്പിക്കാൻ പ്രത്യേക പരിശീലനം ലഭിച്ച സാങ്കേതിക വിദഗ്ധർ ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം ഉപകരണങ്ങൾ വൻകിട TV സ്റ്റുഡിയോകൾക്ക് മാത്രമേ വാങ്ങാൻ സാധിച്ചിരുന്നുള്ളൂ. വീടുകളിൽ ഉപയോഗിക്കാൻ കഴിയുന്നത്ര ചെറുതോ വില കുറഞ്ഞതോ ആയ റെക്കോർഡിംഗ് ഉപകരണങ്ങൾ അന്ന് നിലവിലില്ലായിരുന്നു. വീടുകളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വീഡിയോ റെക്കോർഡർ നിർമ്മിക്കുക എന്നത് പല ഇലക്ട്രോണിക്സ് കമ്പനികളുടെയും വലിയ സ്വപ്നമായിരുന്നു. 1970കളുടെ തുടക്കത്തിൽ ഇതിനായുള്ള സാങ്കേതിക ശ്രമങ്ങൾ ഊർജിതമായി. 1971ൽ ജാപ്പനീസ് കമ്പനിയായ സോണി യുമാറ്റിക് എന്നൊരു സിസ്റ്റം അവതരിപ്പിച്ചു. വീഡിയോ ടേപ്പ് ഒരു കാസറ്റിനുള്ളിൽ അടക്കം ചെയ്തു വന്ന ആദ്യകാല ഉപകരണങ്ങളിൽ ഒന്നായിരുന്നു ഇത്. എന്നാൽ ഇത് പ്രധാനമായും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും പ്രൊഫഷണൽ ബിസിനസ് ആവശ്യങ്ങളെയും ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. യഥാർത്ഥത്തിൽ സാധാരണക്കാർക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ആദ്യത്തെ VCR പുറത്തിറക്കിയത് നെതർലാൻഡ്സ് ആസ്ഥാനമായുള്ള ഫിലിപ്സ് കമ്പനിയാണ്. 1972ൽ ഫിലിപ്സ് തങ്ങളുടെ N1500 എന്ന മോഡൽ വിപണിയിലെത്തിച്ചു. ഇതിൽ ചതുരാകൃതിയിലുള്ള കാസറ്റുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. TV പ്രോഗ്രാമുകൾ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്ന ഈ ഉപകരണം ചരിത്രത്തിലെ വലിയൊരു മുന്നേറ്റമായിരുന്നു. എങ്കിലും വളരെ ഉയർന്ന വിലയും കാസറ്റുകളുടെ കുറഞ്ഞ റെക്കോർഡിംഗ് സമയവും കാരണം ഇത് സാധാരണക്കാരിൽ വ്യാപകമായി എത്തിച്ചേർന്നില്ല. ഇതിനെ തുടർന്ന് ജപ്പാൻ കേന്ദ്രീകരിച്ചുള്ള കമ്പനികൾ ഈ സാങ്കേതികവിദ്യ കൂടുതൽ വികസിപ്പിക്കാനും വില കുറയ്ക്കാനും തുടങ്ങി. 1970കളുടെ അവസാനത്തോടെ ഹോം വീഡിയോ രംഗത്ത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ബിസിനസ് യുദ്ധങ്ങളിലൊന്ന് ആരംഭിച്ചു. VHSഉം ബീറ്റാമാക്സും തമ്മിലുള്ള ഫോർമാറ്റ് യുദ്ധം. 1975ൽ സോണി തങ്ങളുടെ ബീറ്റാമാക്സ് സിസ്റ്റം പുറത്തിറക്കി. ഇതിന് മികച്ച പിക്ചർ ക്വാളിറ്റി ഉണ്ടായിരുന്നു. എന്നാൽ തൊട്ടടുത്ത വർഷം 1976ൽ JVC അഥവാ വിക്ടർ കമ്പനി ഓഫ് ജപ്പാൻ VHS എന്നൊരു പുതിയ ഫോർമാറ്റ് അവതരിപ്പിച്ചു. സാങ്കേതികമായി ബീറ്റാമാക്സിനായിരുന്നു ചെറിയൊരു മുൻതൂക്കം ഉണ്ടായിരുന്നത്. എന്നാൽ VHS ഒരു വലിയ നേട്ടം സ്വന്തമാക്കിയിരുന്നു: റെക്കോർഡിംഗ് സമയം. ആദ്യത്തെ ബീറ്റാമാക്സ് കാസറ്റുകളിൽ 1 മണിക്കൂർ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ സാധിച്ചിരുന്നുള്ളൂ. എന്നാൽ VHS കാസറ്റുകളിൽ 2 മണിക്കൂർ വരെ റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞു. അമേരിക്കൻ കമ്പനിയായ RCAയുടെ നിർദ്ദേശപ്രകാരം ഇത് പിന്നീട് 4 മണിക്കൂറായി JVC വർദ്ധിപ്പിച്ചു. ഒരു മുഴുനീള സിനിമയോ നീണ്ട കായിക മത്സരങ്ങളോ മുഴുവനായി ഒരൊറ്റ കാസറ്റിൽ റെക്കോർഡ് ചെയ്യാൻ സാധിച്ചു എന്നത് ഉപഭോക്താക്കളെ സംബന്ധിച്ച് വലിയൊരു മാറ്റമായിരുന്നു. ചരിത്രകാരന്മാർക്കിടയിൽ ഈ ഫോർമാറ്റ് യുദ്ധത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അഡൽട്ട് സിനിമകൾ VHS ഫോർമാറ്റ് കൂടുതലായി ഉപയോഗിച്ചതാണ് ഇതിന്റെ വിജയത്തിന് കാരണമെന്ന് ചിലർ വാദിക്കുന്നു. എന്നാൽ ഭൂരിഭാഗം സാങ്കേതിക വിദഗ്ധരും സാമ്പത്തിക ശാസ്ത്രജ്ഞരും ഈ വാദത്തെ തള്ളിക്കളയുന്നു. വിലക്കുറവും കൂടുതൽ റെക്കോർഡിംഗ് സമയവുമാണ് VHSനെ യഥാർത്ഥത്തിൽ ജനപ്രിയമാക്കിയത് എന്നാണ് ലഭ്യമായ രേഖകൾ തെളിയിക്കുന്നത്. കൂടാതെ സോണി തങ്ങളുടെ സാങ്കേതിക വിദ്യ മറ്റ് കമ്പനികൾക്ക് നൽകാൻ മടി കാണിച്ചപ്പോൾ JVC മറ്റ് ഇലക്ട്രോണിക്സ് നിർമ്മാതാക്കൾക്കും VHS നിർമ്മിക്കാൻ അനുമതി നൽകി. ഇത് വിപണിയിൽ മത്സരമുണ്ടാക്കുകയും VHS പ്ലെയറുകളുടെ വില കുത്തനെ കുറയാൻ കാരണമാവുകയും ചെയ്തു. നിയമപരമായും VCR ഒരു വലിയ കടമ്പ കടന്നു. 1984ലെ ചരിത്രപ്രധാനമായ സോണി കോർപ്പറേഷൻ ഓഫ് അമേരിക്ക വേഴ്സസ് യൂണിവേഴ്സൽ സിറ്റി സ്റ്റുഡിയോസ് കേസിൽ വീട്ടിലിരുന്ന് TV പരിപാടികൾ പിന്നീട് കാണാനായി റെക്കോർഡ് ചെയ്യുന്നത് പകർപ്പവകാശ ലംഘനമല്ലെന്നും അത് ന്യായമായ ഉപയോഗമാണെന്നും, അതായത് ഫെയർ യൂസ് ആണെന്നും അമേരിക്കൻ സുപ്രീം കോടതി വിധിച്ചു.
1980കളും 1990കളുമാണ് VCRന്റെ സുവർണകാലം. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് വീടുകളിൽ VCR ഒരു അവിഭാജ്യ ഘടകമായി മാറി. വാരാന്ത്യങ്ങളിൽ വീഡിയോ റെന്റൽ കടകളിൽ നിന്ന് കാസറ്റുകൾ വാടകയ്ക്കെടുത്ത് കുടുംബസമേതം സിനിമ കാണുന്നത് ഒരു ആഗോള വിനോദമായി മാറി. അമേരിക്കയിലെ ബ്ലോക്ക് ബസ്റ്റർ പോലുള്ള വൻകിട വീഡിയോ റെന്റൽ കമ്പനികൾ ലോകമെമ്പാടും ശാഖകളുള്ള വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തു. സിനിമകൾക്ക് പുറമെ വ്യായാമം ചെയ്യാനുള്ള വീഡിയോകൾ, പാചക ക്ലാസുകൾ, വിദ്യാഭ്യാസ പരിപാടികൾ, കുട്ടികൾക്കുള്ള അനിമേഷൻ സീരീസുകൾ എന്നിവ VCR വഴി ജനങ്ങളിലെത്തി. അതുപോലെ പേഴ്സണൽ ക്യാംകോഡറുകൾ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുന്ന വിവാഹങ്ങളും കുടുംബവിശേഷങ്ങളും ടിവിയിൽ കാണാനും VCR സഹായിച്ചു. ഒരു സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്ത് കുറച്ച് മാസങ്ങൾക്ക് ശേഷം അത് കാസറ്റുകളായി പുറത്തിറങ്ങുമ്പോൾ ഫിലിം പ്രൊഡ്യൂസേഴ്സിനും വലിയൊരു വരുമാനമാർഗമാണ് ലഭിച്ചിരുന്നത്. ഹോം വീഡിയോ വ്യവസായം അക്ഷരാർത്ഥത്തിൽ ആഗോള സിനിമാ വ്യവസായത്തിന്റെ സാമ്പത്തിക ഘടനയെ തന്നെ മാറ്റിമറിച്ചു. ഇന്ത്യയിലും VCRന്റെ കടന്നുവരവ് ഒരു വലിയ സാംസ്കാരിക മാറ്റത്തിന് വഴിവെച്ചു. 1980കളുടെ തുടക്കത്തിൽ, പ്രത്യേകിച്ച് 1982ലെ ഏഷ്യൻ ഗെയിംസിനോടനുബന്ധിച്ച് കളർ ടെലിവിഷനുകൾ ഇന്ത്യയിൽ വ്യാപകമായതോടെയാണ് VCRും ഇന്ത്യക്കാരുടെ സ്വീകരണ മുറികളിൽ എത്തിയത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും മടങ്ങിവരുന്ന പ്രവാസികളാണ് പലപ്പോഴും VCRുകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരുന്നത്. അന്ന് അതൊരു വലിയ ആഡംബരത്തിന്റെ അടയാളമായിരുന്നു. ഇന്ത്യൻ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വീഡിയോ പാർലർ കൂണുപോലെ മുളച്ചു പൊന്തി. ചെറിയൊരു മുറിയിൽ ഒരു കളർ ടിവിയും VCRും വെച്ച് കുറച്ചുപേരെ ഇരുത്തി സിനിമ കാണിക്കുന്ന ഈ രീതി ജനപ്രിയമായി. എന്നാൽ ഇത് വലിയൊരു പ്രതിസന്ധിക്കും കാരണമായി. പുതിയ ബോളിവുഡ് പ്രാദേശിക സിനിമകൾ റിലീസ് ചെയ്ത ദിവസം തന്നെ വ്യാജ കാസറ്റുകൾ വഴി ഇത്തരം പാർലേഴ്സിലൂടെ പ്രദർശിപ്പിക്കപ്പെട്ടു. സിനിമാ തിയേറ്ററുകളിലെ തിരക്ക് ഗണ്യമായി കുറഞ്ഞതോടെ സർക്കാരുകൾ വീഡിയോ പൈറസിക്കെതിരെ കർശന നടപടികൾ ആരംഭിച്ചു. 1984 ഇന്ത്യൻ ഗവൺമെന്റ് സിനിമാറ്റോഗ്രാഫ് നിയമത്തിൽ ഭേദഗതി വരുത്തി വീഡിയോ പൈറസി ക്രിമിനൽ കുറ്റമാക്കി. പിന്നീട് VCR ഉപയോഗിച്ച് കേബിൾ TV സംപ്രേഷണം ചെയ്യുന്ന രീതിയും ഇന്ത്യയിൽ പ്രാദേശികമായി വളരെയധികം പ്രചാരം നേടി. VCR വ്യവസായത്തിന് പിന്നിലെ സാമ്പത്തിക ശാസ്ത്രം അതിവേഗം മാറുന്ന ഒന്നായിരുന്നു. തുടക്കത്തിൽ $1000 വിലയുണ്ടായിരുന്ന ഒരു VCR പ്ലെയറിന്റെ വില ഉൽപാദനം വർദ്ധിച്ചതോടെ കുത്തനെ ഇടിഞ്ഞു. ജാപ്പനീസ് കമ്പനികളായ പാനസോണിക്, സോണി, JVC, ഷാർപ്പ് തുടങ്ങിയവരായിരുന്നു ആഗോള വിപണിയിലെ പ്രധാനികൾ. മത്സരം കടുത്തതോടെ കൂടുതൽ ഫീച്ചറുകൾ ഉൾപ്പെടുത്തിയും നിർമ്മാണ ചെലവ് കുറച്ചും കമ്പനികൾ മുന്നേറി. കൊറിയൻ, ചൈനീസ് നിർമ്മാതാക്കളും രംഗത്തെത്തിയതോടെ 1990കളുടെ അവസാനത്തിൽ VCRുകൾ വളരെ കുറഞ്ഞ വിലയിൽ, അതായത് ഏകദേശം $40-50 ലഭ്യമായി തുടങ്ങി. ആഗോള വിപണിയിൽ പ്രതിവർഷം കോടിക്കണക്കിന് ഡോളറിന്റെ വിറ്റുവരവാണ് VCR കാസറ്റുകളുടെയും പ്ലെയറുകളുടെയും വിൽപ്പനയിലൂടെ ഈ കമ്പനികൾ അന്ന് നേടിയത്. ഏതൊരു വലിയ സാങ്കേതിക വിദ്യയ്ക്കും ഒരു അന്ത്യമുണ്ട്. VCRന്റെ വീഴ്ച തുടങ്ങുന്നത് CDയുടെയും DVDയുടെയും വരവോടെയാണ്. 1996ലാണ് DVD അഥവാ ഡിജിറ്റൽ വെർസറ്റൈൽ ഡിസ്ക് വിപണിയിലെത്തിയത്. DVDകൾ VCRനെ അപേക്ഷിച്ച് മികച്ച പിക്ചർ സൗണ്ട് ക്വാളിറ്റി നൽകി. VCR ടേപ്പുകൾക്ക് വലിയൊരു പോരായ്മയുണ്ടായിരുന്നു. അത് ഉപയോഗിക്കും തോറും ചിത്രത്തിന്റെ വ്യക്തത കുറയുകയും മാഗ്നറ്റിക് ടേപ്പുകൾ കാലക്രമേണ കേടാകുകയും ചെയ്തിരുന്നു. ഡിജിറ്റൽ ഫോർമാറ്റായ DVDയിൽ ഈ പ്രശ്നങ്ങളില്ലായിരുന്നു. മറ്റൊരു കാരണം ഉപയോഗത്തിലുള്ള എളുപ്പമായിരുന്നു. ഒരു VCR കാസറ്റ് മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ അത് റീവൈൻഡ് ചെയ്യണമായിരുന്നു. DVDകളിൽ ഒരു ബട്ടൺ അമർത്തിയാൽ സിനിമയുടെ ഏതു ഭാഗത്തേക്കും വേഗത്തിൽ പോകാൻ സാധിച്ചു. നിർമ്മാണ ചെലവും കുറവായിരുന്നു. 2000കളുടെ തുടക്കത്തിൽ DVD പ്ലെയറുകളുടെ വില കുറഞ്ഞതോടെ ആളുകൾ VCR പൂർണ്ണമായും ഉപേക്ഷിക്കാൻ തുടങ്ങി. പിന്നീട് ഡിജിറ്റൽ വീഡിയോ റെക്കോർഡറുകൾ, ഒടുവിൽ ഇന്റർനെറ്റ് വഴിയുള്ള സ്ട്രീമിംഗ് കൂടി ആയതോടെ VCR പൂർണ്ണമായും അപ്രസക്തമായി. ഡിമാൻഡ് കുറഞ്ഞതോടെ പ്രമുഖ കമ്പനികളെല്ലാം VCR നിർമ്മാണം അവസാനിപ്പിച്ചിരുന്നു. എങ്കിലും ചുരുക്കം ചില കമ്പനികൾ ഉൽപാദനം തുടർന്നു. ജപ്പാനിലെ ഫുനായ് ഇലക്ട്രിക് എന്ന കമ്പനിയായിരുന്നു ലോകത്ത് അവസാനമായി VCR നിർമ്മിച്ചിരുന്നത്. സാനിയോ പോലുള്ള ബ്രാൻഡുകൾക്ക് വേണ്ടിയായിരുന്നു അവർ പ്രധാനമായും ഇത് നിർമ്മിച്ചിരുന്നത്. എന്നാൽ ആവശ്യത്തിന് ഇലക്ട്രോണിക് സ്പെയർ പാർട്സ് ലഭിക്കാത്തതും വിൽപ്പന ഗണ്യമായി കുറഞ്ഞതും കാരണം 2016 ജൂലൈ മാസത്തിൽ ഫുനായ് ഇലക്ട്രിക് VCR നിർമ്മാണം പൂർണ്ണമായും അവസാനിപ്പിച്ചു. 2000ങ്ങളുടെ തുടക്കത്തിൽ വർഷം 1.5 കോടി VCRുകൾ വിറ്റിരുന്ന ഫുനായ് 2015 വെറും 7.5 ലക്ഷം യൂണിറ്റുകൾ മാത്രമാണ് വിറ്റത് എന്ന് ജാപ്പനീസ് വാർത്താ ഏജൻസിയായ നിക്കൈ റിപ്പോർട്ട് ചെയ്തു. ഇതോടെ 4 പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്ന VCR എന്ന ഉപകരണത്തിന്റെ നിർമ്മാണ ചരിത്രത്തിന് ഔദ്യോഗികമായി തിരശീല വീണു. ഉൽപാദനം അവസാനിച്ചെങ്കിലും VCR അവശേഷിപ്പിച്ച പൈതൃകം ഇന്നും നിലനിൽക്കുന്നു. നമ്മൾ ഇന്ന് കാണുന്ന ആധുനിക വിനോദ സംസ്കാരത്തിന്റെ അടിസ്ഥാനം VCR ആണ്. സ്വന്തം സമയത്തിനനുസരിച്ച് പരിപാടികൾ കാണുന്ന ടൈം ഷിഫ്റ്റിംഗ് എന്ന ആശയം ജനങ്ങൾക്ക് ആദ്യമായി നൽകിയത് ഈ ഉപകരണമാണ്. ഇന്ന് നെറ്റ്ഫ്ലിക്സിലും ആമസോൺ പ്രൈമിലും മണിക്കൂറുകളോളം നമ്മൾ സിനിമകളും വെബ് സീരീസുകളും തുടർച്ചയായി കാണുന്ന ബിഞ്ച് വാച്ചിങ് ശീലത്തിന്റെ തുടക്കം VCR കാസറ്റുകളിലൂടെയായിരുന്നു. കൂടാതെ തനിക്കിഷ്ടപ്പെട്ട സിനിമകൾ പണം കൊടുത്തു വാങ്ങി സ്വന്തമായി ഒരു ലൈബ്രറി സൂക്ഷിക്കുന്ന രീതിയും ആരംഭിച്ചത് ഇതിലൂടെയാണ്. ഇന്ന് പഴയ സിനിമകളുടെ ഒറിജിനൽ VHS കാസറ്റുകൾ സൂക്ഷിക്കുന്ന വിന്റേജ് കളക്ടർമാർ ലോകമെമ്പാടുമുണ്ട്.
മാധ്യമ ചരിത്രത്തിൽ ബ്രോഡ്കാസ്റ്റർമാരുടെ കൈകളിൽ നിന്ന് സാധാരണക്കാരുടെ കൈകളിലേക്ക് വിനോദത്തിന്റെ നിയന്ത്രണം മാറ്റിയ ആദ്യത്തെ ഉപകരണമായി VCR എന്നും സ്മരിക്കപ്പെടും. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ കാസറ്റുകൾക്കും അവ റീവൈൻഡ് ചെയ്യുന്ന യന്ത്രങ്ങൾക്കും യാതൊരു പ്രസക്തിയും ഉണ്ടാകില്ല. പക്ഷേ ടെലിവിഷൻ കാണുന്ന രീതിയെ നമ്മൾ ഇന്ന് കാണുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് മാറ്റിയെടുത്തത് VCR ആണ്. സാങ്കേതിക വിദ്യകൾ കാലത്തിനനുസരിച്ച് മാറുകയും പഴയവ പുതിയവയ്ക്ക് വഴിമാറുകയും ചെയ്യുന്നത് തികച്ചും സ്വാഭാവികമാണ്. എന്നാൽ കോടിക്കണക്കിന് മനുഷ്യരുടെ സാംസ്കാരികവും വിനോദപരവുമായ ജീവിതത്തിൽ ഇത്രയധികം ആഴത്തിൽ സ്വാധീനം ചെലുത്തിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ചരിത്രത്തിൽ വളരെ അപൂർവമാണ്. VCR വെറും ഒരു ഉപകരണം മാത്രമായിരുന്നില്ല, അതൊരു കാലഘട്ടത്തിന്റെ മനോഹരമായ ഓർമ്മ കൂടിയാണ്.